അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വർണ്ണാഭമായ സദസ്സിൽ ഞാൻ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് പ്രജാക്ഷേമ തൽപരനായ ഒരു രാജാവ്. ധാരാളം ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരുന്ന ഖുർആൻ മനഃപ്പാടമാക്കിയ മഹമ്മൂദ് ലഫന്തി ആയിരുന്നു ആ രാജാവ്. തൻ്റെ രാജ്യത്തെ 7 പ്രവിശ്യകളാക്കി പല പല നാട്ടുരാജാക്കർക്കുമായി അദ്ദേഹം വിഭജിച്ചു നൽകി. അതിലൊരു രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് സുഹ്റ. മഹമ്മൂദ് ലോഫന്തിയുമായി അവളുടെ വിവാഹം നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മഹമ്മൂദ് ലോഫന്തി നായാട്ടിനായി ദേഹത്താകെ എണ്ണ തേച്ചു കൊട്ടാര മട്ടുപാത്തിൽ ഉലാത്തുകയായിരുന്നു. ഖുർആൻ പാരായണത്തിൽ അതീവ താൽപര്യനായ മഹമ്മൂദ് ലോഫന്തിയുടെ ആദരങ്ങളാൽ ഖുർആൻ സദാ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഓതി ഓതി ആലിമ്രാനിലെ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ മഹമ്മൂദ് ലോഫന്തിക്ക് ഒരു സംശയം. എല്ലാ അധികാരവും എടുക്കുന്നവനും നൽകുന്നവനും അള്ളാഹു ആണെങ്കിൽ എൻ്റെ ഈ അധികം ഈ സെക്കൻഡിൽ നീ എങ്ങനെ ഇല്ലാതാക്കും? പെട്ടെന്നതാ ഒരു ഭടൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ മഹാരാജാവേ, കൊട്ടാര പൂമുറ്റത്തൊരു പുലി. പുലിയോ? മഹാരാജാവ് മുറ്റത്തെത്തി. ഭടന്മാർ കഴിവതും പുലിയെ ഓടിക്കാൻ ശ്രമിച്ചു. പക്ഷെ പുലി പിന്മാറുന്ന പ്രശ്നമില്ല. അവസാനം മഹമ്മൂദ് ലോഫന്തി തൻ്റെ ഊട്ടവാൾ പിടിച്ചൂരി പുലിക്ക് നേരെ നീങ്ങി. പെട്ടെന്ന് പുലി ഒരു ഇടതൂർന്ന കാട്ടിലേക്ക് പോയി. മഹമ്മൂദ് ലോഫന്തി കുതിരപ്പുറത്തും ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ പുലി കാട്ടിൽ അപ്രത്യക്ഷമായി. ക്ഷീണം കാരണം മഹമ്മൂദ് ലോഫന്തി ഒരു പാറപ്പുറത്ത് കിടന്ന് സുഖമായി ഉറങ്ങി. അതേ സമയത്ത് നമ്മുടെ സുഹറയുടെ കൊട്ടാരത്തിൽ ഒരു മോഷണം നടന്നിരിക്കുന്നു. സുഹറയുടെ വിവാഹ ആഭരണങ്ങളെല്ലാം ഒരു കള്ളൻ മോഷ്ടിച്ചിരിക്കുന്നു. ഇതറിഞ്ഞ രാജാവ് കോപിതനായി. ആരവിടെ? 3 ദിവസത്തിനുള്ളിൽ കള്ളനെ നമ്മുടെ മുന്നിൽ ഹാജരാക്കുവിൻ. ഭടന്മാർ നാടാകെ തിരഞ്ഞു. പക്ഷെ കള്ളനെ കിട്ടിയില്ല. അവസാനം തല പോകുമെന്ന് ഭയന്ന് അവർ കാട്ടിലേക്ക് കാടുകയറി. പോകുന്ന വഴിക്ക് ദൂരെ ഒരു സാധനം കിടക്കുന്നുണ്ട്. ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ദേഹത്താകെ എണ്ണ തേച്ച ഒരാൾ ഒരു പാർപ്പുറത്ത് സുഖമായി കിടന്നുറങ്ങുന്നു. കള്ളനാണെന്ന് കരുതി മഹമ്മൂദ് ലോഫന്തിയെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിലെത്തിച്ചു. ആരും അറിയാതെ വിചാരണ ചെയ്തു. 2 കൈകളും വെട്ടിമാറ്റി. വേദനയുള്ള സമയത്ത് മധുരമൂറും സ്വരത്തിൽ തടവറയിൽ കിടന്ന് ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു മഹമ്മൂദ് ലോഫന്തി. അതിലാകൃഷ്ടമായ സുഹറ അദ്ദേഹത്തെ തൻ്റെ ഉസ്താദായി കിട്ടുവാൻ ആഗ്രഹിച്ചു. തൻ്റെ ഭാവി വരനാണെന്നറിയാതെ ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. അങ്ങനെ ഒരു ദിവസം ഖുർആൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ ഉസ്താദ് ആലിമ്രാനിലെ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ ബോധം കെട്ടു വീണു. കാര്യം അന്വേഷിച്ചപ്പോഴാണ് മഹമ്മൂദ് ലോഫന്തിയാണെന്ന് അവൾക്ക് മനസ്സിലായത്. ഒരു കള്ളനെ തൻ്റെ ഭർത്താവായി കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ അവൾ ഒരു ഭ്രാന്തിയെ പോലെ അഭിനയിച്ചു. കൂടെ ഒരു കള്ളനെ തൻ്റെ ഭർത്താവായി കിട്ടുവാൻ വാശി പിടിക്കുകയും ചെയ്തു. തൻ്റെ മകളുടെ ഒരു വിവാഹജീവിതം ആഗ്രഹിച്ച രാജാവ് ആ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. അന്ന് രാത്രി താൻ ചെയ്ത പാപത്തിൻ്റെ വണ്ണമോർത്ത് മനമൊരുക്കി പശ്ചാത്തപിക്കുകയായിരുന്നു മഹമ്മൂദ് ലോഫന്തി. അന്ന് രാത്രി മഹമ്മൂദ് ലോഫന്തി ഇറങ്ങുമ്പോൾ അതാ മുത്തുനബി കിനാവിൽ വരുന്നു. മുത്തുനബിയോട് തൻ്റെ വിഷമങ്ങളെല്ലാം മഹമ്മൂദ് ലോഫന്തി പറഞ്ഞു. മുത്തുനബി മഹമ്മൂദ് ലോഫന്തിയോട് 2 കൈകളും നീട്ടാൻ ആവശ്യപ്പെട്ടു. മഹാത്ഭുതം! തിരുനബിയുടെ തിരുസ്പന്ദനമേറ്റതും കൈകൾ രണ്ടും പഴയ അവസ്ഥയിലായി. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അങ്ങനെ കൊട്ടാരം മുഴുവൻ ഈ വാർത്ത പരന്നു. അത് മഹമ്മൂദ് ലോഫന്തിയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് തൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു. രാജൻ, അങ്ങ് എന്നോടല്ല തെറ്റ് ചെയ്തത്. അതും അറിയാതെ ഞാൻ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനോടാണ് തെറ്റു ചെയ്തത്. അതിനുള്ള ശിക്ഷയാണ് എനിക്ക് ലഭിച്ചത്. പ്രിയരെ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏത് കാര്യവും മാറി മറിയുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശുഭം. ഇവിടെ നിർത്തുന്നു ഈ കഥ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.